ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കുമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറെ കുറിച്ചാണ്. സുഗതകുമാരി ടീച്ചറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഒരു വലിയ കവിയത്രിയും പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുമായിരുന്നു. അമ്മ എന്ന് വിളിക്കാനാണ് പലർക്കും ഇഷ്ടം. ആരാണ് സുഗതകുമാരി ടീച്ചർ? 1934 ആറന്മുളയിലാണ് ടീച്ചർ ജനിച്ചത്. ഒരുപാട് മനോഹരമായ കവിതകൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. പൂക്കളെയും മരങ്ങളെയും പുഴകളെയും പക്ഷികളെയും കുറിച്ചൊക്കെ ടീച്ചർ കവിതകൾ എഴുതി. ടീച്ചറുടെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും. പ്രകൃതിയുടെ കൂട്ടുകാരി സുഗതകുമാരി ടീച്ചർ വെറും കവിത്രി ആയിരുന്നില്ല, പ്രകൃതിയുടെ ഒരു വലിയ കൂട്ടുകാരി കൂടിയായിരുന്നു. മരങ്ങളെയും കാടുകളെയും സംരക്ഷിക്കാൻ വേണ്ടി ടീച്ചർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മരങ്ങൾ മുറിക്കുന്നതിനും പുഴകൾ നശിപ്പിക്കുന്നതിനും എതിരെ ടീച്ചർ ധൈര്യമായി ശബ്ദമുയർത്തി. സൈലന്റ് വാലി എന്ന കാടിനെ സംരക്ഷിക്കാൻ ടീച്ചർ നടത്തിയ പോരാട്ടം വളരെ വലുതാണ്. അഭയ എന്നൊരു സ്ഥാപനം തുടങ്ങി ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന കവിതകൾ ഏതാണെന്ന് നോക്കാം. രാത്രിമഴ, മഴയെക്കുറിച്ചുള്ള മനോഹരമായ കവിതയാണിത്. അമ്പലമണി, അമ്പലത്തിലെ മണിയുടെ ശബ്ദത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണത്. മൂന്നാമത്തത് മുത്തുച്ചിപ്പികൾ, കടലിലെ മുത്തുച്ചിപ്പികളെ കുറിച്ചുള്ള ഒരു കവിത. ചിറകൊടിഞ്ഞ കാട്ടുപക്ഷി, ഇത് ടീച്ചറുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കുമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ഒരു ചിറകൊടിഞ്ഞ പക്ഷിയുടെ സങ്കടം പറയുന്ന ഈ കവിത പ്രകൃതിയുടെ നൊമ്പരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കവിതകൾക്കൊക്കെ ടീച്ചർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മളെ പഠിപ്പിച്ച മഹതിയാണ് സുഗതകുമാരി ടീച്ചർ. ടീച്ചറുടെ കവിതകളിലൂടെയും പ്രവർത്തനങ്ങളുടെയും ടീച്ചർ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും.